ദാ ഇമ്മാനുവേലിൻ്റെ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള പഞ്ച് ബോക്സിൻ്റെ ആ ഒരു കവറാണ് അതിലൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ സ്ട്രിപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അതിനകത്ത് ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഈ ഒരു ലൈറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പഞ്ച് ബോക്സിൻ്റെ ലുക്ക് കംപ്ലീറ്റ് മാറും. പിന്നെ അതവിടെ സുഹിത്തേട്ടൻ അവിടെ ആമ്പിൻ്റെ പരിപാടികളിലൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ദാ നമ്മളുടെ തപസ്യയുടെ ഓണർ ഒരു ജീപ്പും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുഹിത്തേട്ടൻ ജസ്റ്റ് ആവുന്ന എടുത്തിട്ടൊന്ന് ഓടിച്ച് നോക്കാനായിട്ട് പോവുകയാണേ. പുള്ളിക്കാരൻ്റെ വണ്ടികളോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്രേസാണ്. പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള വണ്ടികളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ്. അതെന്തെങ്കിലും നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ദാ പുള്ളിക്കാരൻ ജസ്റ്റ് ആ ഒരു ജീപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണേ. പണം നമുക്കൊരു പ്രശ്നമല്ല, അത് എൻ്റെ എന്നിട്ട് എൻ്റെ ഇറക്കുന്നത്. ഇവിടെ നമ്മളുടെ റെഡ് ട്രാവലറിൻ്റെ പണികൾ നടക്കുവാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ എന്തോ ഈ ലൈറ്റുകൾ കത്താതെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ലൈറ്റെല്ലാം മിനിച്ചാട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളുടെ ഒഡീസിയുടെ ഒരു വണ്ടി ചെറിയ രീതിയിൽ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതാ മിനിച്ചാട്ടം നമ്മളുടെ മാനുവലിൻ്റെ ക്യാബിനിൽ ആ ഒരു ക്യാബിൻ സ്പീക്കറിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോളും കാര്യങ്ങളെല്ലാം ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവിടെ നമ്മളുടെ പഞ്ച് ബോക്സിൻ്റെ കവറിൻ്റെ പണികൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത്, അതിൽ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കണം, വർക്കിംഗ് ആണോ, എല്ലാം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇനി അത് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കുന്നതിനെ ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് നമുക്ക് ആ പേപ്പർ ഒട്ടിച്ചിട്ടുള്ള ലുക്കേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഒഡീസയുടെ വണ്ടിക്കകത്ത് സുഹിത്തേട്ടൻ്റെ ട്യൂണിങ് പരിപാടികളൊക്കെ നടക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ ഇത് കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ ലുക്ക്. ഈ ഒരു പേപ്പർ ഒട്ടിച്ചിട്ടുള്ള ലുക്കേ നമുക്കിപ്പോൾ കിട്ടത്തുള്ളൂ. ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ഭംഗി നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മേളിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ പേപ്പറും കൂടി ഇളക്കി കളയണം. അപ്പോഴേ ആ ഒരു ബ്ലാക്കിനകത്ത് ഈ ഒരു കളർ ഇങ്ങനെ നിറച്ച് നിൽക്കുക നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ വയറിങ്ങിൻ്റെ പരിപാടിയാണ് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടികളെല്ലാം കഴിച്ചിട്ട് നമുക്ക് ഈ ഒരു വണ്ടി മാക്സിമം പെട്ടെന്ന് ഇറക്കി വിടണം കേട്ടോ. കാരണം ഒരുപാട് വണ്ടികൾ ക്യൂവിലിങ്ങനെ പെൻഡിങ് ആണ്. ഫൈനലി നമ്മളുടെ ഒരു പഞ്ച് ബോക്സിൻ്റെ കവർ ആ ഒരു പഞ്ച് ബോക്സിലേക്ക് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ വയറുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഈ ഒരു സ്ഥലം നമുക്ക് എടുത്ത് വെച്ച് അതിനകത്തോട്ട് ഡ്രിൽ ചെയ്ത് കയറ്റിയാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ആയതാണ്. നമ്മൾ ഓൾറെഡി എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം വർക്കിംഗ് ആണ്, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്ത് വെച്ച് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം വേണം അതിൻ്റെ മുകളിലുള്ള ഒരു പേപ്പർ ഇളക്കിയിട്ട് ഇതിൻ്റെ ആക്ച്വൽ ആ ഒരു ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ആ ടോപ്പ് പൊളിച്ച് തള്ളി അങ്ങനെ കേട്ടോ. അങ്ങനത്തെ കവർ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ വോക്കലിൻ്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുവാണ് ചെറിയ രീതിയിൽ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അത് കേട്ടിട്ട് ഇങ്ങോട്ട് ഇവിടെ നമ്മളുടെ ആ ഒരു നെല്ലാനിക്കലിൻ്റെ ഒരു റെഡ് ട്രാവലറിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആവാറായി വരുന്നു കേട്ടോ. അത്യാവശ്യം പ്രോഗ്രസ് ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഉടനെ ഇറക്കി വിടേണ്ട ഒരു വണ്ടിയാണ്. പിന്നെ ഇവിടെ അഖിലത ഒരു സ്പീക്കറിനകത്ത് സ്പീക്കറല്ല, നമ്മളുടെ ഫുൾ റേഞ്ചിൻ്റെ പെട്ടിക്കകത്ത് ക്ലോത്തും കാര്യങ്ങളെല്ലാം പൊതിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു വണ്ടിക്കകത്ത് ഇറങ്ങുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അതിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ മേളിലൊരു സ്വാമിയാരുടെ വണ്ടി ഒരെണ്ണം ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് നമ്മളുടെ ഒരു വർക്കും കാര്യങ്ങളും നമ്മൾ ഓക്കലടിക്കുന്നതെല്ലാം കേട്ടിട്ട് അവർ ഇതേപോലെ അവരുടെ വണ്ടിയേക്കും ഇതേപോലെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നല്ല രീതിയിൽ കമ്പനിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിനകത്തൊരു സ്വാമി വന്നിട്ട് നമ്മളുടെ സൂരജിൻ്റെ അതായത് നമ്മളെ ഓണറിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ അവരുടെ വണ്ടിയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് ഇവരുടെ വണ്ടികളും വരുമായിരിക്കും. ഇപ്പോൾ നമുക്ക് നിലവിൽ തമിഴ് വണ്ടികളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ വണ്ടികളും ഒരു പക്ഷേ ഒരു കാലത്ത് നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് വരുമായിരിക്കും.
പിന്നെ ദാ ഇവിടെ ചെറിയ പരിപാടിക്കായിട്ടൊരു ട്രാവലർ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ ഈഷാൻ്റെ വണ്ടി. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഈഷാൻ്റെ വണ്ടികളുടെ കാര്യം ചോദിച്ചിട്ട്. അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ദാ ഇവിടെ സുജിത്തേട്ട ഒരു റിവേഴ്സ് ക്യാമറ എല്ലാം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെറ്റപ്പുകളെല്ലാം ക്ലിയർ ചെയ്യുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ചെറിയ കുറച്ച് പരിപാടികളും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടി ഏകദേശം ഒരു ഡെലിവറിയുടെ ഒരു ടൈമായി വരുന്നുണ്ട് കേട്ടോ. ടീ ബ്രേക്കായി ഗൈസ്. അങ്ങനെ അതാ വൈകുന്നേരത്തെ നമ്മളുടെ ഒരു ടീ ബ്രേക്ക് ആയിരിക്കുവാണ്. നമ്മളെല്ലാവരും നേരെ പോയിട്ട് ഇനി മേളിലത്തെ കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് ചില്ല് ചെയ്തിട്ട് വരും. ഇപ്പോൾ ഇതാണ് നമ്മളുടെ മേളിലത്തെ ഒരു കടയെന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളുടെ സ്ഥിരം ചായ കുടിയൊക്കെ. ഇവിടെ സുഖിത്തേട്ട ചായ കുടിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി പോയിട്ട് ഇവിടെ ആരാണ് ഇതിൻ്റെ ഓണർ എന്നൊക്കെ നോക്കാം. ദാ ഈ ഒരു ചേച്ചിയാണ് ഇതിൻ്റെ ഓണർ. ഭയങ്കര ജഗജാല കില്ലാടിയൊക്കെയാണ്. കിടിലമായിട്ട് ചായയൊക്കെ ഇടിക്കും. പിന്നെ എന്താ ഇപ്പോൾ പറയുക, പുള്ളിക്കാരി ഈ ഒരു വീഡിയോ ചോദിച്ചിട്ട് ഒരുപാട് ആളായിട്ട് എനിക്ക് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ എടുത്തതെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അന്നോട്ടെ വീഡിയോ ചോദിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു വീഡിയോ എവിടെയാണ് ഏതിൻ്റെ ഇടയിലാണ് കിടക്കുന്നതെന്ന് എനിക്കൊരു ഓർമ്മയില്ലാത്തത് കൊണ്ടും ഒരുപാട് വീഡിയോകൾ പെൻഡിങ്ങിലായിരുന്നത് കൊണ്ടും ആ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ദാ വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു വീഡിയോ പുള്ളിക്കാരിക്ക് അയച്ചു കൊടുക്കണം. പിന്നെ ഇതൊക്കെയാണ് നമ്മളുടെ കടികൾ. അപ്പോൾ ഇതെല്ലാം കടിച്ചു പറിക്കുക, ചായ കുടിക്കുക, ചില്ല് ചെയ്യുക. അതാണ് നമ്മളുടെ അടുത്ത പരിപാടി. നിങ്ങൾ ചിക്കൻ കഴിക്കുമ്പോൾ പിന്നെ എന്റെ ദോശ തട്ടുദോശയൊക്കെ പോകും. ചിക്കൻ ഇറക്കണം, ബീഫ് ഇറക്കണം, നല്ല കച്ചവടം വരും. തമിഴ്നാട്ടുകാരുടെ വണ്ടി തടയേണ്ടി വരും. എല്ലാവർക്കും എല്ലാ സാധനവും കൂടെ കാണി പോട്ടെ, പവർ വരട്ടെ. നോക്കട്ടെ. പറഞ്ഞോ. എന്റെ കട പരത്തി മൊബൈലിൽ പറഞ്ഞു ഒന്നും ഇല്ലാത്തപ്പോ വീഡിയോ പിടിക്കാൻ വന്നു. ആരോ 12 ആരാ? എനക്കല്ലേ? അപ്പൊ എനിക്കായിരിക്കും. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ചായയുടെയെല്ലാം കഴിഞ്ഞു. പിന്നെ ഇവിടെ നമ്മുടെ ഫിനിക്സിൻ്റെ വണ്ടി ചെറിയൊരു സൗണ്ട് ട്യൂണിങ്ങിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സുജിതേട്ടൻ എന്താ അതിൻ്റെ പരിപാടിയിലാണ്. പിന്നെ നമ്മുടെ അലിയളിയനും അച്ചുവും കൂടി വിട്ടിരുന്നിട്ട് ആ ഒരു ലൈറ്റിൻ്റെ സോൾഡറിങ്ങിൻ്റെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ തന്നെ ഫിനിഷ് ചെയ്യാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഉടനെ ഫിനിഷ് അടിച്ച് വിടേണ്ട ഐറ്റംസാണ്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് വിടണം. പിന്നെ ഇവിടെ നമ്മളുടെ റെഡ് ട്രാവലറിൻ്റെ പണി പ്രോഗ്രസ്സിലാണ്, ഏകദേശം ഫിനിഷായി വരുന്നു. പിന്നെ ഇതാ ഈ ഇരിക്കുന്നത് ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്യാബിൻ്റെ പീസാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പഞ്ച് ബോക്സ് കവറിൻ്റെ പീസാണ്. ട്യൂട്ടറെല്ലാം പോയാലും കേൾക്കുമല്ലോ. ഏതാ ട്രിപ്പിൾ തീരെ കുറവല്ലയോ? ട്രിപ്പിൾ ഇതിന് മാത്രമേ ഉള്ളല്ലോ കുറവ്. ബാക്കിലോട്ടൊക്കെ ഉണ്ടോ? ഇത് ട്രിപ്പിൾ പോയി കിടക്കും. അതിന് ട്യൂട്ടർ പോയതാ. അവിടെ കയറി നോക്കി അറിയാം പറവറപ്പാണെന്ന് നോക്കിയിട്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇന്ന് തന്നെ ഇറക്കി വിടേണ്ട ഒരു ട്രാവലറാണ് കേട്ടോ ഇത്. അപ്പോൾ സന്ദീപ് അതിൻ്റെ പരിപാടികളിലാണ്. അതൊന്ന് ക്ലിയർ ചെയ്ത് വിടണം ഈ ഒരു വണ്ടി. ഇനി നമുക്കിതാ ഈ ഒരു വണ്ടിയുടെ ഔട്ട് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന്.
അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഇന്ന് തന്നെ ഏകദേശം 5ഓളം വണ്ടികൾ വന്ന് ട്യൂണിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് പോയി, മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് പോയി. പിന്നെ വീണ്ടും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഇമാനുവലിൻ്റെ 34 സീറ്ററിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ഏകദേശം 99% ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയും ഇറങ്ങാനായിട്ട് പോവുകയാണ്. പിന്നെ നമുക്കിനി ബാക്കിയുള്ളത് ആ റെഡ് ട്രാവലറും പിന്നെ ഇപ്പോൾ നമ്മൾ വോക്കലടിച്ച് വെപ്പിച്ചില്ലേ ആ ഒരു ട്രാവലറുമാണ്. അപ്പോൾ അത് ഏകദേശം ഫിനിഷ് ആവാറായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ അഖിൽ അടുത്തൊരു വണ്ടിയുടെ ആ ഒരു പഞ്ച് ബോക്സ് കവറിൻ്റെ ലൈറ്റ് വർക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വർക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വോക്കലടിച്ചില്ലേ ആ ഒരു വണ്ടിക്കായിരിക്കും ഈ ഒരു കവർ കയറാനായിട്ട് പോകുന്നത്. അങ്ങനത്തെ നമ്മളുടെ ഒരു 34 സീറ്റർ മാനുവലിൻ്റെ വണ്ടിയുടെ വർക്കുകളെല്ലാം ഫിനിഷ് ആയിരിക്കുവാണ്. ഒരു ചേട്ടൻ ടൂൾസും കാര്യങ്ങളെല്ലാം എടുത്ത് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട്. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പഞ്ച് ബോക്സിനകത്തുള്ള ഒരു പേപ്പറും കാര്യങ്ങളെല്ലാം ഇളക്കി കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ഒറിജിനൽ ലുക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നോക്കി എന്ത് രസമാണെന്ന്. ഈ ഒരു സ്പീക്കറിനകത്തൊരു വാം വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്ന ലൈറ്റ്. പിന്നെ അതിനകത്ത് ഈസ എന്നാണ് കേട്ടോ പേര് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു ട്രാവലറിൻ്റെ ഒറിജിനൽ നെയിം ഇമാനുവൽ എന്നാണ്, ഈ ഒരു വണ്ടിക്ക് ഈസ എന്നാണ് അവർ പേര് കൊടുത്തത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ച് ബോക്സിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു 100% ഒരു ഭംഗി നമുക്ക് കാണാനായിട്ട് പറ്റും. അടുക്ക ഒരു ബാറ്റ്മാൻ്റെ ലോഗോയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികളുടെ വർക്കിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സംഗീത ഓഡിയോസ് എന്നുള്ള മറ്റൊരു കിടയിലെ വണ്ടിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.